കാലടിയിൽ കുഴിയിൽ കുടുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റോഡിലിറങ്ങിയ മന്ത്രിയോട് പ്രദേശവാസികൾ പരാതി പറഞ്ഞു. തൃശൂരിലേക്കുള്ള യാത്രക്കിടെയാണ് മന്ത്രിയും വാഹനവും കുടുങ്ങിയത്. റോഡിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സജോ ദേവസിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, എന്താണ് സംഭവിച്ചത്? ഈ കാലടിയിലെ പാതയിൽ നാളുകളായി തന്നെ വലിയ ദുരിതമുണ്ട്. അവിടെ റോഡുകളിൽ വ്യാപകമായ കുഴി, അങ്ങനെ വലിയ ഗതാഗത കുരുക്ക് ആ മേഖല കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ഭാഗത്തു നിന്ന പിഴവാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് PWD മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ വിശദീകരണമൊക്കെ നിൽക്കുന്നത്. ഇതിനിടെയാണ് അവിടെ വലിയ പ്രതിഷേധമുണ്ട്. അടുത്ത ദിവസം സ്വകാര്യ ബസ്സുടമകൾ പണിമുടക്കി അല്ലെങ്കിൽ ബസ് അവരുടെ യാത്ര ഒരു ദിവസത്തേക്ക് മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധമടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് മന്ത്രി ഇന്ന് ഇതുവഴി കടന്നുപോയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹവും യഥാർത്ഥത്തിൽ ഈ കുഴിയിലും ബ്ലോക്കിലും പെട്ടു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം തൃശ്ശൂരിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു. അങ്ങനെ കുഴിയിൽ പെട്ടു. നാട്ടുകാരുടെയും മറ്റും ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ റിക്വസ്റ്റൊക്കെ പരിഗണിച്ച് അദ്ദേഹം പുറത്തിറങ്ങി ഈ റോഡിന്റെ അവസ്ഥ പരിശോധിച്ചു. അതിനുശേഷം ജനപ്രതിനിധികളോട് പിന്നീട് ഫോണിൽ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചു. ഇത് ആളുകളുടെ ഈ ദുരിതം പരിഹരിക്കാൻ ഇടപെടൽ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഈ ദുരിതം കാണണം, ഇക്കാര്യത്തിൽ ഇടപെടൽ വേണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ച് യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിക്കും ഈ കുഴിയിലും കുരുക്കിലുമൊക്കെ കുടുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാലടി ശ്രീശങ്കര പാലത്തിലെ അല്ലെങ്കിൽ അതിൽ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമുള്ളത് എന്നതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. രാപ്പകലില്ലാതെ ഗതാഗത കുരുക്ക് MC റോഡിലേക്കുമൊക്കെ അങ്ങനെ ചുറ്റുഭാഗങ്ങളിലേക്കും ഇടത്തേക്ക് കയറുന്ന ഭാഗങ്ങളിലുമൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. പലരും അതുകൊണ്ട് ഈ വഴി ഉപേക്ഷിച്ച് വലിയ തോതിൽ ചുറ്റിക്കറങ്ങി മലയാറ്റൂർ ഭാഗത്തു കൂടിയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട് എന്നതാണ്. അങ്ങനെ അസാധാരണമായ കുരുക്കുണ്ടാകുന്നു. അതിനിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം കുടുങ്ങിയത്. റോഡിലിറങ്ങിയ മന്ത്രിയോട് പ്രദേശവാസികൾ പരാതി പറഞ്ഞു. വിശദാംശങ്ങളാണ് സജോ ദേവസ്യ നൽകിയത്.